ഹലോ ട്രേഡേഴ്സ്, നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഓപ്ഷൻ ബൈങ്ങിൽ മൊമെൻറ്റം ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സ്ട്രാറ്റജിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മൊമെൻറ്റം ഒരു സിംഗിൾ ക്യാൻഡിലൊക്കെ വലിയൊരു മൊമെൻറ്റം ക്യാച്ച് ചെയ്യാൻ പറ്റുന്നൊരു സ്ട്രാറ്റജിയാണ്. അതിൻ്റെ എക്സാമ്പിളായിട്ട് ഞാനിപ്പോൾ ഒന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ഇതൊരു ട്രെൻഡ് കണ്ടിന്യൂവേഷൻ്റെ എക്സാമ്പിളാണ്. ഞാൻ കറക്റ്റായിട്ട് പ്രീമിയത്തിൻ്റെ ചാർട്ടും എടുത്ത് കാണിച്ചത് ഏകദേശം 52,900 പുട്ട് ഓപ്ഷൻ്റെ ചാർട്ടും ഞാൻ എടുത്ത് കാണിച്ചിരുന്നുണ്ട്. 52,900 കേട്ടോ. എത്രത്തോളം അതിൽ സ്ട്രാറ്റജീസ് വർക്ക് ആവുന്നുണ്ട്, എത്രത്തോളം മൊമെൻറ്റം ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങളൊന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ ഇത് കാണുന്നില്ലേ, ഈ ഒരു മൊമെൻറ്റം വന്നതും പ്രീമിയത്തിൽ ആ ഒരു ഷൂട്ട് വന്നതും പ്രീമിയം ഏകദേശം ഒരു 100 രൂപയിലുണ്ടായിരുന്ന പ്രീമിയം ഏകദേശം 230 വരെ പോയിട്ടുണ്ട്. കാരണം ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ സ്ട്രാറ്റജി അത്രത്തോളം മൊമെൻറ്റം ക്യാച്ച് ചെയ്യാൻ പറ്റുന്നൊരു സ്ട്രാറ്റജി കൂടിയാണ്. അപ്പോൾ ഇതിന് മുന്നത്തെ വീഡിയോയിലാണെങ്കിൽ നമ്മൾ ട്രെൻഡ് കണ്ടിന്യൂഷനിൽ വേറൊരു സ്ട്രാറ്റജിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊരു റീടെസ്റ്റ് സ്ട്രാറ്റജി ആയിരുന്നു. അതും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്കിംഗ് ആണ്. അതിൽ ഞാൻ ട്രേഡ് എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈവ് മാർക്കറ്റിൽ എങ്ങനെ ട്രേഡ് പ്ലാൻ ചെയ്യണം എന്നുള്ള കാര്യവും പറഞ്ഞിട്ടുണ്ട്. അതും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്കിംഗ് ആണ്. പക്ഷേ അതിൽ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റീടെസ്റ്റ് ആണ്. പക്ഷേ ഇതിനകത്താണെങ്കിൽ കറക്റ്റായിട്ട് ആ മുമ്പ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതേ കാര്യങ്ങൾ നോക്കി ഈ ഒരു ക്യാൻഡിലിൽ ആണ് നമുക്ക് ഇവിടെ നിന്ന് ഒരു എൻട്രി കിട്ടിയിട്ടുണ്ടായിരുന്നത്. ട്രെൻഡ് കണ്ടിന്യൂഷൻ നോക്കിയിട്ട് സെയിം പോയിന്റിൽ അത്രത്തോളം മൊമെൻ്റാണ് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയത്. അതുവരെയുള്ള ക്യാൻഡിൽസ് മൊത്തം വീക്കാണ്. ആ ഒരു ട്രെൻഡിങ് അല്ലെങ്കിൽ ഒരു ഇമ്പൾസീവ് മൂവ് നടന്ന ടൈമിലാണ് ആ ഒരു സ്പൈക്ക് വന്നത് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു സ്ട്രാറ്റജിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. സോ മാക്സിമം വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ ഓരോരോ പോയിന്റിലും ഡൗട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ബിഗിനേഴ്സ് ആണെങ്കിൽ അപ്സ്റ്റോക്സിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടെലിഗ്രാമിലെ ചാനൽ ലിങ്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നിങ്ങൾക്ക് കയറി നോക്കാവുന്നതാണ്. മറ്റൊരു കാര്യം, നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ തന്നെ വീഡിയോ ഏതെങ്കിലും തരത്തിൽ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്കൊന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇപ്പോൾ ഈ ട്രെൻഡ് കണ്ടിന്യൂവേഷൻ മാർക്കറ്റ് സ്ട്രക്ചറിനെ പറ്റിയും ട്രെൻഡ് ലൈൻ വരയ്ക്കുന്നതിനെ പറ്റി എല്ലാം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ ഇതൊന്നും അറിയാത്തവരാണെങ്കിൽ അത് കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് അടുക്കാം. മാർക്കറ്റിൽ നമുക്ക് രണ്ട് തരത്തിലുള്ളൊരു മൊമെൻറ്ററിങ് കാണാൻ പറ്റുന്നു. ഒന്ന് ബൈയിങ് മൂവ്മെൻറ്റും അതുപോലെ തന്നെ സെല്ലിംഗ് മൂവ്മെൻറ്റും. ബൈയിങ് സൈഡിലേക്കാണെങ്കിലും നല്ല ട്രെൻഡിങ് മാർക്കറ്റിലാണെങ്കിൽ നല്ലൊരു ഇമ്പൾസീവ് മൂവും ഒരു കറക്ഷനും ആയിരിക്കും കാണാൻ പറ്റുന്നത്. അതിനുശേഷമായിരിക്കും ആ കണ്ടിന്യൂവേഷൻ കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ഈ ചാർട്ടിലേക്ക് തന്നെ നോക്കുകയാണെങ്കിലും നല്ലൊരു ഇമ്പൾസീവ് മൂവ്, ഇങ്ങനത്തെ ഒരു വൺ ഡയറക്ഷൻ പുഷിനെയൊക്കെയാണ് നമ്മൾ ഇമ്പൾസീവ് മൂവ് എന്ന് പറയുന്നത്. കാരണം സെൽ സൈഡിലേക്ക് വന്ന ക്യാൻഡിൽസ് വളരെയധികം വീക്കായിരുന്നു. ബൈയിങ് സൈഡിലേക്കുള്ള ക്യാൻഡിൽ കണ്ടില്ല, അത്രത്തോളം സ്ട്രോങ് ആണ്. ഇതിനെയാണ് നമ്മൾ ഇമ്പൾസീവ് മൂവ് എന്ന് പറയുന്നത്. കറക്ഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു ക്യാൻഡിൽസ് ഒക്കെ കണ്ടില്ലേ, ഇതിനെയാണ് കറക്റ്റീവ് മൂവ് എന്ന് പറയുന്നത്. ഇതിനാണ് നമ്മൾ ട്രെൻഡ് കണ്ടിന്യൂവേഷൻ പാറ്റേൺ ആയിട്ട് ആ ഒരു ബ്രേക്കിൽ എൻട്രിയും പ്ലാൻ ചെയ്യുന്നത്. ട്രെൻഡ് ലൈൻ ബ്രേക്ക് അല്ല, ട്രെൻഡ് കണ്ടിന്യൂവേഷനാണ് നമ്മൾ നോക്കുന്നത്. കാരണം ഒരു ഇമ്പൾസീവ് മൂവ് കിട്ടിയിട്ടുണ്ട്, അതിനുശേഷം ഒരു കറക്ഷനിലാണ് നമ്മൾ എൻട്രി പ്ലാൻ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ ഡൗൺ സൈഡിലേക്ക് നോക്കുകയാണെങ്കിലും ഒരു ട്രെൻഡ് കണ്ടിന്യൂവേഷനിൽ ഒരു ഇമ്പൾസീവ് മൂവ് കാണുന്നുണ്ട്, അതിനുശേഷം ഒരു കറക്ഷനാണിത്. കാരണം ബൈയിങ് സൈഡിലേക്ക് മൊമെൻറ്റം വീക്കാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രെൻഡ് കണ്ടിന്യൂവേഷനിൽ ഈ രീതിയിലേക്കും ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നത്. അതിനെപ്പറ്റി ഒന്ന് ഞാൻ മാർക്ക് ചെയ്ത് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. മാർക്കറ്റ് അപ് ട്രെൻഡിലാണ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഇമ്പൾസീവ് മൂവ് നന്നായി തന്നു ഒരു ട്രെൻഡിങ് മാർക്കറ്റിലാണെങ്കിൽ, അതിനുശേഷം ഇതുപോലെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് അതിനുശേഷമായിരിക്കും ആ ഒരു ബിൽഡപ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത്. മനസ്സിലാവുന്നില്ലേ? ഈ ഒരു രീതിയിൽ നോക്കിയാൽ മതി. ഒരു ഇമ്പൾസീവ് മൂവ് ഉണ്ടായി, അതിനുശേഷം ഒരു കറക്റ്റീവ് മൂവ് ഉണ്ടായി, അതിനുശേഷം നെക്സ്റ്റ് ഒരു ഇമ്പൾസീവ് മൂവ്. ഇതിലായിരിക്കും പ്രീമിയം വളരെയധികം ഷൂട്ടാവുന്നത്. അപ്പോൾ ഓപ്ഷൻ ബയേഴ്സ് മൊമെൻറ്റം ക്യാച്ച് ആണെങ്കിൽ ഇതുപോലത്തെ ഒറ്റൊരു സിംഗിൾ ക്യാൻഡിൽ ക്യാച്ച് ചെയ്താൽ മതി. പ്രീമിയം നല്ല രീതിയിൽ ഷൂട്ട് ആവാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ ഒരു 1-2 എക്സാമ്പിളും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ മനസ്സിലാവുന്നില്ലേ? ഒരു ഇമ്പൾസീവ് മൂവ് കിട്ടി, അതിനുശേഷം ഒരു കറക്റ്റീവ് മൂവ് ഈ ഒരു പോയിന്റിലേക്ക് എടുക്കാം. അതിനുശേഷം നോക്കുകയാണെങ്കിൽ വീണ്ടും ഒരു ഇമ്പൾസീവ് മൂവ് തന്നെയല്ലേ ഇതും ഒരു ഇമ്പൾസീവ് മൂവ് തന്നെയല്ലേ? എക്സാമ്പിളായിട്ട് ഒന്നും കൂടെ പറഞ്ഞുതരാം. ഒരു ഇമ്പൾസീവ് മൂവ് ഇവിടുന്ന് കിട്ടി, കറക്ഷൻ എന്ന് പറയുമ്പോൾ സെൽ സൈഡിലേക്കുള്ള ക്യാൻഡിൽസും കൂടെ നോക്കണം, വളരെയധികം വീക്കാണ്. ഇവിടുന്ന് ഇച്ചിരി സ്ട്രോങ് ആയിട്ടുണ്ട്, എഗൈൻ വീക്കാണ്. ബയേഴ്സ് പുഷ് ചെയ്യുന്നുണ്ട്, ആ ഒരു പോയിന്റിനെ ബ്രേക്ക് ചെയ്തു. പക്ഷേ ഇത് അത്രത്തോളം നല്ലൊരു എൻട്രി അല്ല. കാരണം ഇതിൽ മൊമെൻറ്റം വളരെയധികം കൂടുതലാണ്. കറക്ഷൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ വീക്കായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഇതേ ക്യാൻഡിൽസ് തന്നെ തന്നതിന് ശേഷം ഇവിടുന്ന് ഒരു ബ്രേക്ക് ആയിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു, നമുക്ക് ആ ഒരു മൊമെൻറ്റം സിമ്പിളായിട്ട് കിട്ടുമായിരുന്നു. പക്ഷേ ഈ ഒരു പോയിന്റിലെ ക്യാൻഡിൽസ് കാരണം അവിടെ മൊമെൻറ്റം കിട്ടാനുള്ള സാധ്യത കുറവാണ്. മൊമെൻറ്റം എവിടെ നിന്ന് കിട്ടും എന്നുള്ള കാര്യം ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. എഗെയിൻ ഒരു ഇമ്പൾസീവ് മൂവ് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്, നെക്സ്റ്റ് വരുന്നതും ഒരു കറക്ഷനാണ്. ഇത് പക്കാ കറക്ഷനാണ് നമുക്ക് കറക്റ്റായിട്ട് പറയാം. കാരണം ഒരു ഇമ്പൾസീവ് മൂവിൽ ബയേഴ്സിൻ്റെ സ്ട്രെങ്ത്ത് കാണാൻ പറ്റുന്നുണ്ട്, സെല്ലേഴ്സിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ വളരെയധികം വീക്കായിട്ട് നിൽക്കുന്നത്. എഗെയിൻ ഇങ്ങനൊരു ട്രെൻഡ് കണ്ടിന്യൂവേഷൻ നമുക്ക് എടുക്കാം.
മനസ്സിലാവുന്നുണ്ടോ? ഈ ഒരു പോയിന്റിലേക്ക് നോക്കിയാൽ കറക്റ്റായിട്ട് മനസ്സിലാവും. നമുക്ക് ഇവിടെ നിന്നൊരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് ഈ ഒരു പോയിന്റിൽ കിട്ടുന്നുണ്ട്. ഒന്നെങ്കിൽ നമുക്ക് ബ്രേക്ക് ഔട്ട് എന്ന രീതിയിൽ ട്രേഡ് പ്ലാൻ ചെയ്യാം. അതേ കാര്യം കുറച്ചും കൂടി ഡിസ്കൗണ്ട് പ്രൈസിൽ കിട്ടണമെങ്കിൽ ഈ ഒരു രീതിയിൽ നോക്കിയാൽ മതി. ഒരു ഇമ്പൾസീവ് മൂവ് കിട്ടുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഒരു കറക്ഷനിലായിരിക്കും നെക്സ്റ്റ് ഒരു ബിൽഡപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റ് നമുക്കൊന്ന് പ്രീമിയത്തിലേക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എത്രത്തോളം പോയിന്റ് മൂവ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ നമ്മൾ പുട്ട് ഓപ്ഷൻ്റെ ചാർട്ടായിരുന്നു ആദ്യം നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കോൾ ഓപ്ഷൻ്റെ ചാർട്ട് ഈ ഒരു പോയിന്റ് ബ്രേക്ക് ചെയ്തപ്പോൾ നമുക്ക് ഏകദേശം ഈ ഒരു പോയിന്റ് തന്നെ എൻട്രി എടുക്കാമല്ലോ. ഈ ഒരു പോയിന്റിൽ ഇങ്ങനെ ഒരു എൻട്രി പ്ലാൻ ചെയ്യാം. അപ്പോൾ ഏകദേശം ഒരു ചെറിയൊരു പോയിന്റ് ഇവിടെ നിന്ന് മൂവ് ചെയ്തിട്ടുണ്ട്. പ്രീമിയത്തിൻ്റെ ചാർട്ടിലേക്ക് നമുക്ക് നോക്കാം എത്രത്തോളം പോയിന്റ് അവിടെ നിന്ന് മൂവ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം. 59,000 തന്നെ കോൾ ഓപ്ഷൻ്റെ ചാർട്ടും ഞാൻ ഇവിടെ നിന്ന് എടുക്കുന്നുണ്ട്. 52,900 കേട്ടോ. ഈ ഒരു പോയിന്റിലേക്ക് നോക്കി ആ ഒരു പുഷിൽ, കാരണം പ്രീമിയം അത്രത്തോളം ഇവിടെ നിന്ന് ഇത്രയും പോയിന്റ് സ്പോട്ടിൽ മൂവ് ചെയ്തപ്പോൾ പ്രീമിയം ഏകദേശം ഇത്രയും പോയിന്റാണ് മൂവ് ചെയ്തേക്കുന്നത്. ഏകദേശം ഒരു 60 പോയിന്റ് 62 പോയിന്റിനടുത്ത്. അതിനുശേഷം ആ മൊമെൻറ്റം വന്ന ടൈമിൽ നോക്കി ഒരു സിംഗിൾ ക്യാൻഡിലിൽ ഈ ഒരു സിംഗിൾ ക്യാൻഡിലാണ് മൊമെൻറ്റം വന്നത്. മൊമെൻറ്റം എങ്ങനെ വന്നതെന്നുള്ള കാര്യം മനസ്സിലായില്ലേ? ഏകദേശം ഒരു 50 പോയിന്റ് അവിടെ നിന്ന് തന്നെ മൂവ് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ നോക്കി നമുക്ക് ഇതുപോലത്തെ ഒരു മൂവ് ക്യാച്ച് ചെയ്യണോ അതോ ഇതേ കാര്യങ്ങൾ മനസ്സിലാക്കി ഇതുപോലത്തെ സിംഗിൾ ക്യാൻഡിൽ അത്രയും മൊമെൻറ്റം ക്യാച്ച് ചെയ്യണോ? മനസ്സിലാവുന്നുണ്ട് എങ്ങനെയാണ് മൊമെൻറ്റം ക്യാച്ച് ചെയ്യേണ്ടതെന്നുള്ള കാര്യം. അതുപോലെ തന്നെ നെക്സ്റ്റ് എക്സാമ്പിളിലേക്ക് നേരെ നമുക്ക് പറഞ്ഞു പോവാം. ഇനിയിപ്പോൾ ഡൗൺ സൈഡിലേക്ക് ഒരു എൻട്രിയാണ് പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും ഡൗൺ സൈഡിലേക്കും ഒരു ഇമ്പൾസീവ് മൂവ് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് നമ്മൾ കൂടുതലായിട്ടും നോക്കുന്നത്. ഇപ്പോൾ ഇവിടുന്ന് അപ്പ് സൈഡിലേക്കായിരുന്നു ബിൽഡപ്പ് ഉണ്ടായിരുന്നത്. ഇവിടുന്ന് എല്ലാം സെല്ലേഴ്സ് വീക്കായിരുന്നു. പക്ഷേ ഈ ഒരു പോയിന്റിലേക്ക് എത്തിയപ്പോൾ നോക്കി സെല്ലേഴ്സ് അതിനേക്കാളും കൂടുതൽ സ്ട്രോങ് ആയിട്ടുണ്ട്. സെല്ലേഴ്സ് നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ടുണ്ട്. നമുക്കൊരു ഇമ്പൾസീവ് മൂവ് ഇവിടെ കിട്ടുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഡൗൺ സൈഡിലേക്ക് ഒരു കറക്ഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഡൗൺ സൈഡിലേക്ക് എൻട്രി പ്ലാൻ ചെയ്യത്തില്ലേ? മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് കണക്റ്റ് ആവുന്നില്ലെങ്കിൽ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ മതി, കാര്യങ്ങൾ കണക്റ്റ് ആവും. പിന്നെയും വിശദീകരിക്കാൻ തന്നു കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്ത് ആയി പോകും. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ പറഞ്ഞു പോകുന്നത് കേട്ടോ. എഗെയിൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നൊരു ട്രെൻഡ് കണ്ടിന്യൂവേഷൻ കിട്ടുന്നുണ്ട്. നോക്കിക്കേ, ഇവിടെ നിന്നൊരു ഇമ്പൾസീവ് മൂവ് കിട്ടി. അതിനുശേഷം നെക്സ്റ്റ് കറക്ഷൻ വരുന്ന ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് കറക്ഷൻ വരുന്നുണ്ട്. ഇവിടുന്ന് സ്ട്രോങ് ആയിട്ട് ബ്രേക്കും കിട്ടി. ഈ ഒരു ബ്രേക്കിലാണെങ്കിലും പ്രീമിയം അത്യാവശ്യം ഷൂട്ടായിട്ടുണ്ടാവും. സിംഗിൾ ക്യാൻഡിലാണെങ്കിലും, കാരണം മാർക്കറ്റ് ഒരുവിധം കറക്റ്റ് ചെയ്യുന്ന രീതിയല്ലേ. അതിനുശേഷം നോക്കുകയാണെങ്കിലും ഒരു ഇമ്പൾസീവ് മൂവ് തന്നെയാണ് ഇവിടെ നിന്നും കാണാൻ പറ്റുന്നത്. സെല്ലേഴ്സ് എത്രത്തോളം സ്ട്രോങ് ആവുന്നുണ്ടെന്നുള്ള കാര്യവും കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഇവിടെ നിന്ന് സെല്ലേഴ്സ് സ്ട്രോങ് ആയിരുന്നു. ക്യാൻഡിൽസ് ഒക്കെ നല്ല ഹ്യൂജ് മൊമെൻറ്റും ആയിരുന്നു. അതിന് മുന്നേ നോക്കുകയാണെങ്കിൽ ബയ്യേഴ്സ് ആയിരുന്നു സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നത്. ഇവിടുന്ന് ബയ്യേഴ്സാണ്, ഇവിടുന്ന് ബയ്യേഴ്സാണ്. അതിനുശേഷം സെൽ സൈഡിലേക്കാണ് മൊമെൻറ്റം വരുന്നത്. അപ്പോൾ ആ മൊമെൻറ്റമാണ് കറക്റ്റായിട്ട് നോക്കേണ്ടത്. ഇവിടെ നിന്നാണെങ്കിൽ സെൽ സൈഡിലേക്ക് തന്നെ ഒരു കണ്ടിന്യൂവേഷൻ ഇമ്പൾസീവ് മൂവ് ഈ ഒരു പോയിന്റിലല്ലേ. ഇതിന് ശേഷം വന്ന ഇതൊരു കറക്ഷനാണെന്ന് മനസ്സിലാക്കിക്കൂടെ? ഇല്ലേ? അത് ഞാൻ കറക്റ്റായിട്ട് ഒന്നും കൂടെ സൂം ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു പോയിന്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഇവിടുന്ന് ഒരു കറക്ഷൻ കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഇങ്ങനൊരു കറക്ഷൻ ഇവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്തു. ഒരു ഹൈനെയും ബ്രേക്ക് ചെയ്യുന്നില്ല, ലോയിനെയും ബ്രേക്ക് ചെയ്യുന്നില്ല, വലിയ മൊമെൻറ്റോ ഇല്ല, ഒരു കറക്ഷനാണിത്. അതിനുശേഷം നമുക്ക് ഇവിടെ നിന്ന് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ ഒരു പോയിന്റ് തന്നെ നോക്കിയാൽ പോരെ. നോക്കിക്കേ, കാരണം മാർക്കറ്റ് ഒരുപാട് ടൈം ആ ഒരു റേഞ്ചിൽ തന്നെയായിരുന്നു. ഇവിടെ നിന്ന് ചെറിയൊരു പുഷ് എടുക്കുന്നുണ്ട്, ഇവിടെ നിന്നാണെങ്കിലും ഒന്ന് പുഷ് ചെയ്യുന്നുണ്ട്. ഈ സ്ട്രോങ് ബ്രേക്കിൽ തന്നെ പ്രീമിയം ഷൂട്ടായിട്ടുണ്ടാവും. മൊമെൻറ്റം ക്യാച്ച് ചെയ്യണമെങ്കിൽ ഇതുപോലത്തെ 1-2 ക്യാൻഡിൽ മാത്രം ക്യാച്ച് ചെയ്താലും മതി. അത്യാവശ്യം വലിയൊരു പോയിന്റ് അതിനകത്ത് തന്നെ സിമ്പിളായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടാവും. കണക്റ്റ് ആയില്ലേ? ഈ ട്രെൻഡ് കണ്ടിന്യൂവേഷനെ പറ്റി ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ? ഒന്നെങ്കിൽ ഒരു സൈഡിലേക്ക് ഒരു മൊമെൻറ്റം കിട്ടണം. ട്രെൻഡ് കണ്ടിന്യൂവേഷൻ നോക്കണമെങ്കിൽ ഒരു സൈഡിലേക്ക് സെല്ലേഴ്സ് സ്ട്രോങ് ആവുന്നുണ്ടോ എന്ന് നോക്കണം. ഇവിടെ നിന്നാണെങ്കിൽ നമുക്ക് നോക്കായിരുന്നു. സെൽ സൈഡിലേക്ക് നല്ലൊരു മൊമെൻറ്റം വന്നു. ഈ ഒരു പോയിന്റിൽ സെൽ സൈഡിലേക്ക് നല്ലൊരു മൊമെൻറ്റം വന്നു. പക്ഷേ ബയ്യേഴ്സ് അതിനേക്കാളും സ്ട്രോങ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു അഗ്രസീവ് ഡൗൺ സൈഡിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റില്ല. ഇവിടെ വരെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്ന കാര്യം ഒരു ഇമ്പൾസീവ് മൂവ് തന്നു. അതിനുശേഷം ബയ്യേഴ്സ് വളരെയധികം വീക്കായിരുന്നു. പക്ഷേ ഇവിടേക്ക് നോക്കുമ്പോൾ ബയ്യേഴ്സ് അത്രത്തോളം സ്ട്രോങ് അല്ലേ? ബയ്യേഴ്സും സ്ട്രോങ് സെല്ലേഴ്സും സ്ട്രോങ്. അങ്ങനെ ഉള്ളൊരു പോയിന്റിൽ പോയിട്ട് ഈ ഒരു രീതിയിൽ ട്രേഡ് പ്ലാൻ ചെയ്യാനായിട്ട് നിൽക്കരുത്. കാരണം കറക്റ്റായിട്ട് മൊമെൻറ്റം കിട്ടണമെന്നില്ല. അതിനുശേഷം നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ നിന്ന് കറക്റ്റായിട്ട് സൈഡ് വേസിലേക്കും പോയിട്ടുണ്ട്. മനസ്സിലാവുന്നില്ലേ? അപ്പോൾ ആ ഒരു രീതിയിൽ മാത്രം ട്രേഡ് പ്ലാൻ ചെയ്യുക. ട്രെൻഡ് കണ്ടിന്യൂവേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ചിലവർക്ക് ഒരുപാട് റൈഡ് ചെയ്യുന്ന ഒരു പൊസിഷനൊക്കെ എടുക്കുമ്പോൾ ഇമോഷണലി ഒരുപാട് പ്രശ്നങ്ങളായിരിക്കും. റൈഡ് ചെയ്യാനുള്ള കോൺഫിഡൻസും കാര്യങ്ങളൊന്നും ഇല്ലായിരിക്കും. പിന്നെ കറക്റ്റായിട്ടുള്ള ട്രേഡല്ല, ഒരു വലിയ മൊമെൻറ്റോ ഇല്ലാത്ത റേഞ്ചിലൊക്കെ പോയി ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ DK ഒക്കെ സംഭവിച്ച ലോസൊക്കെ വരാനുള്ള സാധ്യതയും കൂടുതലായിരിക്കും. പക്ഷേ ഈ ഒരു രീതിയിൽ നോക്കുമ്പോൾ മൊമെൻറ്റം ക്യാച്ച് ചെയ്യുകയാണെങ്കിൽ 1-2 ക്യാൻഡിലിൽ മാക്സിമം എക്സിറ്റ് ചെയ്യാം. അത്യാവശ്യം ഒരു റിസ്ക് റിവാർഡ് റേഷ്യോ സിമ്പിളായിട്ട് തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റും.
പിന്നെ ഈ ഒരു ഇതിനെപ്പറ്റി നമ്മളിന്നും ലൈവിൽ നോക്കിയിട്ടുണ്ടായിരുന്ന ട്രേഡുകളാണ് ഇതൊക്കെ. ഈ ഒരു പോയിന്റിൽ ലൈവിൽ നോക്കിയിട്ടുണ്ടായിരുന്ന ട്രേഡാണിതും. ഇതാണെങ്കിൽ ലൈവിൽ നോക്കിയിട്ടുണ്ടായിരുന്ന ട്രേഡാണ്. മനസ്സിലാവുന്നില്ലേ? അപ്പം അങ്ങനെ വരുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. കാര്യങ്ങൾ കറക്റ്റായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ മതി. ഇവിടെ നിന്നാണെങ്കിലും ട്രെൻഡ് കണ്ടിന്യൂവേഷൻ തന്നെയാണ്. മാർക്കറ്റ് ഒരു ഇമ്പൾസീവ് മൂവ് അപ്പ് സൈഡിലേക്ക് തന്നു, അതിനുശേഷം ചെറിയൊരു കറക്ഷൻ, ഇമ്പൾസീവ് മൂവ് തന്നു, ജസ്റ്റ് ഒരു കറക്ഷൻ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ആ കറക്ഷനിലാണ് ഒരു മൊമെൻറ്റം കാണാനായിട്ട് പറ്റിയത്. ഞാൻ പിന്നെ അധികം ബാക്കോട്ടുള്ള ചാർട്ടിലേക്കും പോകുന്നില്ല കേട്ടോ, ഒരുപാട് ലെങ്ത് വീഡിയോയ്ക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു രീതിയിൽ മനസ്സിലാക്കുക. കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോയും കൂടെ ചെയ്യാം. ഒറ്റൊരു വീഡിയോ കൊണ്ട് ഏകദേശം ക്ലിയർ ആയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നെക്സ്റ്റ് ഒരു വീഡിയോയിലൊക്കെ ആയിട്ട് വീണ്ടും ഒന്നും കൂടെ ക്ലിയർ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ഏതെങ്കിലും തരത്തിൽ യൂസ്ഫുൾ ആയി തോന്നുന്നവർ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.